സാർ, ഈ പുതുതലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എനിക്ക് 4 മൂത്ത സഹോദരന്മാർ, അവരൊക്കെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ കോടതിയിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ പോലും അവരുടെ കാലിൽ തൊട്ട് തൊഴുതെ നമ്മൾ അകത്തേക്ക് കയറാറ്. എന്തിനാണ് ഈ കോടതി വെച്ച് കാണുന്നത് സഹോദരങ്ങളെ? കോടതിയിൽ കാണുന്ന നമ്മൾ വസ്തുവായിട്ട് ബന്ധപ്പെട്ട തർക്കവും അടിപിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോടതിയിൽ വെച്ചല്ലേ കാണാൻ പറ്റും. അല്ല, അപ്പൊ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും പറയുന്നത്. കാരണം അതാണ് ഞാൻ പറയുന്നത്, നമ്മള് സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത്. കാരണം ഞാൻ എന്റെ ചേട്ടനെ അടിക്കണമെന്നുണ്ടെങ്കിൽ പാദത്തിൽ നിന്ന് തുടങ്ങും. മനസ്സിലായില്ല? അത് ആ ഒരു സംസ്കാരം. ഞാൻ എത്ര പ്രാവശ്യം എന്റെ മൂത്ത ജ്യേഷ്ഠനെ ഞാൻ വെട്ടാനായിട്ട് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പുള്ളി മോശമായിട്ട് എന്റെ അടുത്ത് ഇച്ചി പോകുന്ന പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിന്നുകൊള്ളും. സാറേ, അപ്പൊ എപ്പോഴും പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ തന്നെയല്ലേ? കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് ബഹുമാനിക്കാനുള്ള സമയം കിട്ടി, ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ബോണ്ടിങ് ഒക്കെ നമുക്ക് വേണ്ടേ? നേരത്തെ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ കാലിൽ നിന്ന് ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കുന്ന തുടങ്ങുള്ളൂ. എന്റെ കൊച്ചച്ഛനുമായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടായി. ഞാൻ പുള്ളിയെ വെട്ടുന്നത് പുള്ളിയുടെ കാലിന്റെ കണങ്കാലിന്റെ ആ ഭാഗത്തു നിന്നാണ് ആദ്യം വെട്ടുന്നത്. അവിടുന്ന് ഞാൻ തുടങ്ങിയത്. രക്തം അവിടുന്നാണ് ചീറ്റുന്നത്. ഓ, അപ്പൊ ഇതാണ് രക്തബന്ധം എന്ന് പറയണതല്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഒരാള് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ആരാണ്? സെക്യൂരിറ്റിയാണ്. അതിന്റെ അച്ഛൻ. അദ്ദേഹം എന്നെ ബുദ്ധിമുട്ടി. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പുള്ളിയെ തല്ലും. ഈ തല്ലുന്നത് ഞാൻ കാലിന്റെ അവിടെ നിന്ന് തുറന്നു. ആ ഒരു ബഹുമാനം, മുതിർന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ബഹുമാനം ഞാൻ കാണിക്കും. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നത്.